ഷിബു മീരാൻ ചുരുക്കി പറയണം. ഇപ്പോൾ ലീഗ് വർഗീയ കക്ഷിയാണെന്ന് പറയുന്നില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു. പക്ഷേ ലീഗ് അങ്ങനെ ആകരുത് എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് CPM ആശങ്കപ്പെടുന്നത്. ഞങ്ങളെക്കുറിച്ചൊരു ആശങ്കയും വേണ്ട. 10 വർഷം കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകട്ടെ, 100 വർഷം മുന്നോട്ട് പോകട്ടെ. നെഞ്ചത്ത് കൈവച്ച അഭിമാനത്തോടെ ഗോവിന്ദ മാഷിന് അപ്പോഴും പറയാൻ പറ്റും ഇറ്റ്സ് എ സെക്കുലർ പാർട്ടി എന്ന്. ഞങ്ങളെ വിമർശിച്ചതിന് ശേഷം പലവട്ടം അവർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യം, ഒരു സെക്കൻഡ് മാധു, ഇവിടെ ഇപ്പോൾ ഈ ബിരിയാണിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഞാൻ ആദിപുരാതന കാലത്ത് ചരിത്രമല്ല ചോദിച്ചത്. ഈ രാജസ്ഥാനാണല്ലോ, ഒട്ടകം കുതിരയാണ്. ഈ രാജസ്ഥാനിൽ കുതിര ബിരിയാണി കിട്ടിയല്ലോ, അതിന്റെ നടുക്കഷ്ണം അമ്രാറാം കഴിച്ചല്ലോ. നാളെ ചർച്ചയ്ക്ക് വരുമ്പോ ഈ വോട്ട് വേണ്ട, കിട്ടിയാൽ ഞങ്ങൾ അങ്ങോട്ട് രാജിവെക്കുമെന്നല്ലേ. സഖാവ് അമ്രാറാം രാജിവെക്കുമോ? തമിഴ്നാട്ടിലെ CPM-ന്റെ 2 MP-മാർ രാജിവെക്കുവോ? ഇവിടുത്തെ വിദ്വാൻ 26-ാം തീയതി അടുക്കളയും കൂട്ടി പോയല്ലോ. ആ തമിഴ്നാട്ടിലും രാജസ്ഥാനിലും പോയി പ്രകടനം നടത്തിയ ഇസ്ലാമോ ഫോബിക്കായ രാഹുൽ ഗാന്ധിയാണ്. രാജിവെക്കാൻ തയ്യാറാവോ നിങ്ങൾ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് കൊണ്ട് കിട്ടിയ ഒറ്റ MP മതി, വേറൊന്നും വേണ്ടെന്ന് പറയാൻ തയ്യാറാവോ? ഇല്ലല്ലോ, കഴിയില്ലല്ലോ. ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചില്ലേ, ഇതൊരു വിശാല മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ്. ഇന്നിപ്പോ പാലക്കാട് നിന്ന് വന്നൊരു വാർത്ത, ഈ ക്രിസ്മസ് പാപ്പന്റെ അവിടെ തകർത്തെടുത്ത്, വസീഫ് ഒറ്റ മിനിറ്റ് വസീഫ് പ്ലീസ്, ഒറ്റ മിനിറ്റ്. അവിടുന്ന് വന്നൊരു വാർത്ത എന്താണെന്നറിയോ? അവിടെ DYFI-ക്കാർ യൂത്ത് കോൺഗ്രസ് ഒരുമിച്ച് പ്രകടനത്തിന് പോയി വസീഫെ. എന്നിട്ട് കേക്ക് മുറിച്ചു, ഈ ക്രിസ്മസ് ആഘോഷം തകർത്ത BJP-ക്കെതിരെ. എന്നിട്ട് അവരാ പരസ്പരം ആ കേക്ക് പങ്കുവെച്ച് കഴിച്ചു എന്നാണ്. ഇത് ഈ നാട്ടിൽ അടിത്തട്ടിൽ അത് സംഘപരിവാർ വിരുദ്ധമാണ്. സ്വാഭാവികമായി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ വയനാട്ടിലെ മനുഷ്യർ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിൽ എത്തണമെന്ന് ആഗ്രഹിക്കും. നിരാശപ്പെടേണ്ട. ഈ വോട്ടിംഗ് പാറ്റേൺ ആസിറ്റീസ് ഒന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ വെറുതെ ആ സാധുക്കളെ ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും മുൻവിധികളായിട്ട് സമീപിക്കേണ്ട. അവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം വസീഫ് താങ്കൾ പറഞ്ഞത് തന്നെയാണ്. ഈ നാട് ഒറ്റക്കെട്ടായി BJP-യെ എതിർക്കാൻ ആഗ്രഹിക്കുന്നു, തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും അവർ ബദലായി കാണുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസ് പൊളിറ്റിക്കൽ ഇസ്ലാം എല്ലായിടത്തേക്കും കടന്നു കയറിയെന്ന് CPM ആവർത്തിച്ചു പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ഹിന്ദു വർഗീയതയാണ് എന്ന മനസ്സിലാക്കൽ CPM നടത്തേണ്ടതുണ്ട്. അതിലേക്ക് ഏതായാലും ഇപ്പോൾ വരും എന്ന സൂചനകൾ CPM നൽകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടിയുടെ ഫലമായി ഉണ്ടായിരിക്കുന്ന നിലപാട് മാറ്റമായി തന്നെ വേണം ഇപ്പോഴത്തെ പ്രതികരണങ്ങളെ വിലയിരുത്താൻ. സമയമില്ലാത്തതുകൊണ്ടാണ് വസീഫ്, നമുക്ക് ചർച്ച തുടരാം ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം. അതായത് അടുത്ത ദിവസം ഒരു അവസരം കൂടി എനിക്കുള്ളതാണ്. ശരിക്കും ഷിബു മീരാന് ശേഷം എനിക്കൊരു അവസരം തരേണ്ടതായിരുന്നു. അതെ, ശരി, തരാതെ പോകുന്നു നിങ്ങൾ. ചുരുക്കി പറയാമെങ്കിൽ പെട്ടെന്ന് പറയും. എനിക്ക് ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. മുസ്ലിം ലീഗാണ് RSS-ന് നാരങ്ങാ വെള്ളം കൊടുത്തത്. ഞങ്ങള് കേക്ക് മുറിച്ചത് സംഘപരിവാരത്തിനെതിരാണ്. ഞങ്ങൾ അതേ സംഘപരിവാരത്തിന്റെ കൊടി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അഴിച്ച് താഴെ ഇറക്കിയവരാണ്. അവിടെയെല്ലാം മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്താണ്? നാരങ്ങാ വെള്ളം RSS-ന് കലക്കി കൊടുക്കുക. നിങ്ങളാണ് RSS-ന്റെ സമരപന്തലിൽ പോയി RSS നേതാവിനെ, BJP നേതാവിനെ തിരുവനന്തപുരത്ത് പോയി നിങ്ങളുടെ തങ്ങളാണ് കെട്ടിപ്പിടിച്ചിരുന്നത്. അപ്പോൾ ഇതൊന്നും ഞങ്ങളെ ഉപദേശിക്കണ്ട. ഞങ്ങൾ ശക്തമായി ന്യൂനപക്ഷ വർഗീയവാദത്തിനും ഈ ഭൂരിപക്ഷ വർഗീയവാദത്തിനും എതിരാണ്. ഞങ്ങളുടെ നിലപാട് സെക്കുലർ ആണ്. ഞങ്ങൾ മതനിരപേക്ഷതയാണ്, മാനവികതയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനി ഏത് സ്മൃതി അവരുടെ വോട്ട് കൃത്യമായി വാങ്ങിച്ചു വെച്ച് ജയിച്ച് ഒരു ഉളുപ്പമില്ലാതെ അതെന്നെ വിളിച്ചു പിടിച്ചെടുക്കാൻ സഹായിക്കുമെന്നുള്ളത് കാലം തെളിയിക്കട്ടെ.